Today we discuss a new topic, general properties of central force motion. General properties of central force motion. The equation of motion of center of mass is mu r double dot is equal to f of r cap is like a single particle equation. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടു ബോഡി പ്രോബ്ലമാണ്. ആ ടു ബോഡി പ്രോബ്ലത്തിൻ്റെ നമ്മൾ സോൾവ് ചെയ്തിട്ട് റിഡ്യൂസ് ചെയ്തിട്ട് ഒരു വൺ ബോഡി പ്രോബ്ലമാക്കി മാറ്റിയിട്ടുണ്ട്. റിഡ്യൂസ് ചെയ്ത ആ ടു ബോഡി പ്രോബ്ലം വൺ ബോഡി പ്രോബ്ലമായിട്ട് റിഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഓഫ് മോഷനാണിത്. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് റിഡ്യൂസ്ഡ് മാസ്സാണ്. ദെൻ എഫ് ഓഫ് ആർ ക്യാപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സാണ്. In this section, with the help of conservation laws, the general properties of the solution can be found. Also, how to reduce the equation of motion into a single scalar variable equation. അതായത് നമ്മൾ ഈ സെക്ഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കൺസർവേഷൻ ലോസ് ഓഫ് ആംഗുലാർ മൊമെൻറ്റവും കൺസർവേഷൻ ലോസ് ഓഫ് എനർജിയും വെച്ചിട്ട് ഈ കിട്ടിയ സൊല്യൂഷൻ ജനറൽ പ്രോപ്പർട്ടീസാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇതൊരു വെക്റ്റർ ഇക്വേഷനാണ്. ഈ വെക്റ്റർ ഇക്വേഷന് നമ്മൾ ഈ ലോസിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു സിംഗിൾ സ്കലാർ വേരിയബിൾ ഇക്വേഷനാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഫസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് ദ മോഷൻ ഈസ് confined to a plane. അതായത് ദ മോഷൻ ഈസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ. അതായത് സെൻട്രൽ ഫോഴ്സ് മോഷൻ കൊണ്ട് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ മോഷൻ ഒരു പ്ലെയിനിൽ കൺഫൈൻ ചെയ്തിരിക്കുകയാണ് ഉള്ളത്. ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസിക്വൻസ് ഓഫ് കൺസർവേഷൻ ലോസ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം കൊണ്ടാണ്. അതായത് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സാണ്. ആ സെൻട്രൽ ഫോഴ്സ് എഫ് ഓഫ് ആർ ക്യാപ്പ് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സെൻട്രൽ ഫോഴ്സ് ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ടു ബോഡി പ്രോബ്ലത്തിൽ ഒരു ടോർക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് സിസ്റ്റത്തിൽ അനുഭവപ്പെടുന്ന ടോർക്ക് എന്താണെന്ന് പറയാം, ടോർക്ക് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. ടോർക്കിനെ നമുക്ക് ഇങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം, ആർ ക്രോസ് എഫ് ഓഫ് ആർ ക്യാപ്പ് എന്നും. അതേപോലെ തന്നെ നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആണെന്ന്. അങ്ങനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു 0. ദെൻ ആംഗുലാർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് ഇവിടെ ഉണ്ടാവുന്ന ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ ഉണ്ടാകുന്ന കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ആ കോൺസ്റ്റൻസ് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ സെൻട്രൽ ഫോഴ്സ് ലൈസ് ഇൻ എ പ്ലെയിൻ. അതായത് അവിടെ ഉണ്ടാകുന്ന പാർട്ടിക്കിളിൻ്റെ മോഷൻ, അതായത് എന്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട്, ആ സെൻട്രൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന മോഷൻ എന്ന് പറയുന്ന ഒരു പ്ലെയിനിലായിരിക്കും. ഇതാണ് ദ കോൺസ്റ്റൻസി ഓഫ് ആംഗുലാർ മൊമെൻറ്റ് ഇംപ്ലൈ ചെയ്യുന്നത്. നമുക്കൊരു ഇത് പ്രൂവ് ചെയ്യാം, ഈ പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നുള്ളത് പ്രൂവ് ചെയ്യാം. അതിൻ്റെ പ്രൂഫാണ് എൽ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റം. ആ എൽ എന്ന് പറയുന്നത് റേഡിയൽ വെക്റ്റർ ഇൻറ്റു ലീനിയർ മൊമെൻ്റ് ആണ്. ഇവിടെ നമ്മൾ വൺ ബോഡി പ്രോബ്ലം ആണ്, ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ എം വി എന്ന് പറയാം. പക്ഷേ ഇവിടെ ടു ബോഡി പ്രോബ്ലം ആണ്, അതുകൊണ്ട് പി ഈസ് ഈക്വൽ ടു മ്യൂ വി ആണ്. ദെൻ മ്യൂസ് റെഡ്യൂസ്ഡ് മാസ് ഇൻ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലാവുമ്പോൾ നമുക്ക് മ്യൂ ഇൻറ്റു പിന്നെ വീനെ നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, ആർ ഡോട്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് മ്യൂ ആർ ഡോട്ടാണ്. ഇവിടെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്താ പറയാം, ഈ ആംഗുലാർ മൊമെൻറ്റവും അതേപോലെ തന്നെ ഈ റേഡിയൽ വെക്റ്ററും അതേപോലെ തന്നെ മ്യൂ ആർ ഡബിൾ ഡോട്ടും അതായത് ലീനിയർ മൊമെൻറ്റവും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാണ്. ഇവിടെ നമുക്ക് ഈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഒരു പർട്ടിക്കുലർ
ഡയറക്ഷനിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ പാർട്ടിക്കിളിൻ്റെ മോഷൻ ഒരു പ്ലെയിനിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗുലർ മൊമെൻറ്റത്തിന് പെർപെൻഡിക്കുലറായിട്ട് ആയിരിക്കും എന്തിൻ്റെ ഉണ്ടാവുക, ഈ റേഡിയൽ വെക്ടർ ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുന്നുണ്ടാവുക. എന്താണ് ഈ മോഷൻ അതുകൊണ്ട് തന്നെ നമുക്കിത് പറയാം, ഈ മോഷൻ അതായത് പാർട്ടിക്കിളിൻ്റെ മോഷൻ ഒരു പ്ലെയിനിൽ കൺഫൈൻ ചെയ്തിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിന് പകരം കാർട്ടീഷ്യൻ കോർഡിനേറ്റായ XY എന്നുള്ള കോർഡിനേറ്റിന് പകരം സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റായ r θ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് ആക്സിലറേഷൻ ഉണ്ടാവും. ഒന്ന് AR കമ്പോണൻറ്റും അതേപോലെ തന്നെ Aθ കമ്പോണൻറ്റും. AR കമ്പോണൻറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ r⋯r θ.2 എന്നും Aθനെ റെപ്രസെൻറ്റ് ചെയ്യുക r⋯ 2r.θ. ആണ്. ഇവിടെ ഇത് നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നെക്സ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് വെക്റ്റർ കാൽക്കുലസ് എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൺവേർഷൻ പറയുന്നതാണ്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക, അതായത് ARനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, Aθനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ രണ്ട് ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ടാവും, ഒന്ന് റേഡിയൽ കമ്പോണൻറ്റും ഒന്ന് ടാൻജൻഷ്യൽ കമ്പോണൻറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മ്യൂ ഇൻറ്റു എന്ത് വരും, റേഡിയൽ കമ്പോണൻ്റ് ആണെങ്കിൽ മ്യൂ വെക്ടർ r⋯ മൈനസ് r θ⋯2 equal to f of r cap. This is equation 1. Then mu into r θ⋯ minus 2r⋯ θ⋯ is equal to 0. ഇവിടെ ഇക്വേഷൻ 2 0 ആണ്. അതായത് സെൻട്രൽ ഫോഴ്സ് കൊണ്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സെൻട്രൽ ഫോഴ്സിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്താണ്, 0 ആണ്. അതായത് സെൻട്രൽ ഫോഴ്സിന് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഇല്ല. ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മോഷൻ അതായത് എന്തായിരിക്കും, ഒരു പ്ലെയിനിൽ കൺഫൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക, അതായത് ഒരു പ്ലെയിനിലാണ് അതിൻ്റെ മോഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞത്.